കൊള്ളാം കൊള്ളാം. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. നല്ല കിടക്കാച്ചി പടം. എങ്ങനെയുണ്ട് ചേട്ടാ? മമ്മൂട്ടിയും വിനായകൻ നല്ല രണ്ടുപേരും പൊളിക്ക. മമ്മൂട്ടി ഞങ്ങൾ പറയുന്ന ആറാട്ടുകയാണ്. അടിപൊളി അടിപൊളി ഒരു എന്താ പറയുന്നേ, ഒരു സൈക്കോപാത്ത്, പക്കാ സൈക്കോപാത്ത്. വില്ലനായിട്ട് മമ്മൂക്കയുടെ അഴിഞ്ഞാട്ടം എന്ന് തന്നെ പറയാൻ പറ്റുമോ? വില്ലനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ലനാണല്ലോ ഇതിനകത്ത്. പക്കാ വില്ലൻ, പക്കാ വില്ലൻ, അതിലൊരു മാറ്റമില്ല. കൈയടിച്ചിട്ട് തന്നെ ഇറങ്ങാൻ പറ്റും മമ്മൂക്കയുടെ ആരാധകർക്ക്. പിന്നെന്താ, മമ്മൂക്കയുടെ ആരാധന അല്ലാത്തവർക്ക് പോലും സൂപ്പറല്ലേ പടം. നല്ല അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നു, നല്ല അടിപൊളി ഡയറക്ഷൻ, സൂപ്പറാണ്. പ്രായത്തിലും പെർഫോമൻസിൽ ഈ പറയാൻ 10-70 വയസ്സാവാൻ പോകുന്നത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. സൂപ്പറാണ്. ത്രില്ലടിപ്പിക്കുന്ന അടിഞ്ഞാട്ടം, വേറെ ഒന്നും പറയല്ല, കിടില്ല. അതിനപ്പുറം പറയാനുണ്ടെങ്കിൽ വിനായകനും കൊള്ളാം, കിട്ടില്ല. വിനായകനെ എടുത്ത് പറയേണ്ട ക്യാരക്ടർ തന്നെ. രണ്ടുപേരും കട്ടയ്ക്ക് പെർഫോമൻസ് കിടില്ല തന്നെയായിരുന്നു. ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയായിരുന്നു, ബോറടിപ്പിക്കത്തില്ല. എങ്ങനെയുണ്ട്? നൈസായിരുന്നു, ബിജിഎമ്മും നൈസായിരുന്നു. ഇടയ്ക്കുള്ള അടിപൊളി ബിജിഎം ഒക്കെ ആയിരുന്നു, നൈസായിരുന്നു. മമ്മൂട്ടിയൊക്കെ പിന്നെ അറിയാലോ, സൂപ്പറാണ്. ക്ലൈമാക്സ് ഹെവി ആണോ? പിന്നെ അടിപൊളിയാണ്. അതെ, ഡയറക്ടറുടെ പടം എന്ന് പറയാം. ഡയറക്ടർ പടം മലയാള സിനിമയിലെ ഒരു ബമ്പർ ഹിറ്റാവുന്ന സിനിമ. മമ്മൂക്കയുടെ അഴിഞ്ഞാട്ടമാണോ? അഴിഞ്ഞാട്ടമാണ്. ഈ പ്രായത്തിൽ എങ്ങനെയുണ്ട് പെർഫോമൻസ്? ഭയങ്കര പെർഫോമൻസ്. എങ്ങനെയുണ്ട് ബ്രോ? അടിപൊളി, ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? ടിപ്പിക്കൽ ക്രൈം ത്രില്ലേഴ്സ്, സൈക്കോ ത്രില്ലേഴ്സിനെ അപേക്ഷിച്ച് ഇതിനകത്ത് ഒരു മുൻപടിയുണ്ട്. നമ്മൾ ഇപ്പോൾ അയ്യപ്പനും കോശിയാണെങ്കിലും ഡബിൾ റോളിൽ രണ്ട് മുൻനിര നായകന്മാർ ഓപ്പോസിങ് വരുമ്പോൾ വരുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ആ ഒരു ഇമ്പാക്റ്റിനെ കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ ഡയറക്ടറിന് ഒരു യുവ ഡയറക്ടേഴ്സാണ്. അപ്പോൾ അവരുടേതായ എല്ലാ എഫേർട്ടും ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ സാധനം നമ്മുടെ മനുഷ്യ ഒരു സൈക്കോളജി, അത് ആ സൈക്കോളജി അനുസരിച്ചിട്ട് കുറച്ച് എലമെന്റ്സ് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കൂടുതൽ പറഞ്ഞ് സ്പോയിലാക്കേണ്ട ഒരു കാര്യം. കട്ടയ്ക്ക് നിൽക്കാനുണ്ട്. ഇത് സെക്കൻഡ് പാർട്ടിനുള്ള സാധനമാണ് തോന്നുന്നു. ഉണ്ട് സാധനം. ഒരു ക്രൈം ത്രില്ലർ തന്നെ കുറച്ചും കൂടെ ഡെപ്തിൽ സാധനം കിട്ടുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് ഹാഫ് ഭയങ്കര സ്ലോ ബേസിൽ പോയി കഥകൾ ഒരു ക്യാരക്ടറിൽ ഒരു ഡെപ്ത് കൊണ്ടുവന്നതിന് ശേഷം പിന്നെ നമ്മളൊക്കെ കുറേ ട്വിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് എല്ലാവർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ട്വിസ്റ്റുകൾ ഇതിനകത്ത് ഉള്ളൂ. പക്ഷേ എന്നാൽ പോലും ആ ട്വിസ്റ്റിനകത്ത് ഒരു ഡെപ്ത് നമുക്ക് കിട്ടും. ഇതിനപ്പുറം ഒരു സാധനം വരുന്നുണ്ട്, നമ്മൾ പ്രതീക്ഷിക്കും, അത് തരികയും ചെയ്യും. പ്രതീക്ഷയ്ക്ക് മുകളിലെത്തിയോ? കൈയടിച്ച് കാണാനൊക്കെ സീൻസ് ആക്ഷൻ ഒക്കെ ഉണ്ടോ? അതോ എങ്ങനെയുണ്ടായിരുന്നു? നല്ല പടം. എങ്ങനെയുണ്ടോ?